ഹായ് ഓൾ, വെൽക്കം ടു വൺസ് KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സർവേ ആൻഡ് ജിയോമാറ്റിക്സിൻ്റെ മോഡ്യൂൾ 5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് 4 മോഡ്യൂൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സിലബസിൽ ഫസ്റ്റ് വരുന്നത് GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് വരുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾസ്, സാറ്റലൈറ്റ് റേഞ്ചിങ്ങിൻ്റെ കാൽക്കുലേഷൻ, GPS സർവേയിങ് മെത്തേഡ്സ്, ഇതൊക്കെയാണ് വരുന്നത്. രണ്ടാമത് റിമോട്ട് സെൻസിങ് ആണ്. റിമോട്ട് സെൻസിങ്, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് സർഫസ്, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ്. അപ്പോൾ സ്പെക്ട്രൽ റിഫ്ലക്ഷൻസ് ഫോർ വെജിറ്റേഷൻ, സോയിൽ ആൻഡ് വാട്ടർ, ഇത് മൂന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ് ആണ്, ആക്റ്റീവ് ആൻഡ് പാസീവ്, ദെൻ റെസൊല്യൂഷൻ, സ്പേഷ്യൽ എന്നൊക്കെ പറഞ്ഞ്. ദെൻ മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ് ഉണ്ട്. ദെൻ GIS സിസ്റ്റം ആണ്, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതിൻ്റെ കമ്പോണൻസ്, GIS ഓപ്പറേഷൻ, മാപ്പ് പ്രൊജക്ഷൻസ്, കോർഡിനേറ്റ് സിസ്റ്റംസ്, ജോഗ്രഫിക്കൽ ആൻഡ് പ്രൊജക്ട് കോർഡിനേറ്റ് സിസ്റ്റംസ് ഒക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യം പാർട്ട് എയിലെ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ. അപ്പോൾ നമ്മൾ നേരത്തെ സിലബസിൽ കണ്ട പോലെ അതിനകത്ത് തന്നിരിക്കുന്ന വെജിറ്റേഷൻ, അതുപോലെ തന്നെ സോയിൽ, വാട്ടർ, ഇത് മൂന്നിൻ്റെയാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പഠിക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് അതിനെ നമ്മൾ ആൽബഡോ ഓഫ് ദി സർഫസ് കൂടി വിളിക്കും. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പലരും. എന്താണ്, അതായത് എർത്തിലേക്ക് വരുന്ന എനർജി അല്ലെങ്കിൽ സോളാർ എനർജി എത്രമാത്രം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് എനർജി റിഫ്ലക്റ്റഡ് ബൈ ദി സർഫസ് ടു ദി എനർജി ഇൻസിഡൻറ്റ് ഓൺ ദി സർഫസ്. അതായത് നമ്മുടെ സോളാർ എനർജി അല്ലെങ്കിൽ അത് എത്രത്തോളം എനർജി റിഫ്ലക്റ്റ് ആവുന്നുണ്ട്, നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന എനർജി എത്രത്തോളം റിഫ്ലക്റ്റ് ആവുന്നുണ്ട്, ബാക്കി അതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so the reflectance characteristics of the Earth's features expressed as the ratio of energy reflected by the surface to the energy incident on the surface, measured as a function of wavelength called spectral reflectance. Okay, അപ്പോൾ നമ്മളത് ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂസിങ് ഒരു മെഷറിംഗ് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത്തിൻ്റെ ഫംഗ്ഷൻ ഓഫ് വേവ് ലെങ്ത് ആണ്, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ, റേഷ്യോ പോലെ എഴുതുവാണെങ്കിൽ, energy reflected by energy incident on earth. Okay, അപ്പോൾ അതിനെ വേറൊരു പേരും കൂടി ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ആൽബഡോ ഓഫ് ദി സർഫസ്. ആൻഡ് അതിൻ്റെ റേഞ്ച് അറിയാലോ, നമുക്ക് 0 to 100% ആണ്. ഇപ്പോൾ വരുന്ന ഇപ്പോൾ ഭൂമിയിൽ പതിക്കുന്ന 100% റേസും തിരിച്ച് റിഫ്ലക്ട് ബാക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് പറഞ്ഞാൽ 100% ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ പറയുന്ന സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് സർഫസ്. അല്ല, അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണോ അതെയോ എനർജി അബ്സോർബ് ചെയ്യുകയാണോ എന്ന് അതെങ്ങനെയാണ്, ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി സർഫസ്. ഏത് സർഫസിലാണോ അത് വന്ന് പതിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യും അല്ലേ. അപ്പോൾ മെയിനായിട്ട് സോയിലിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, സോയിൽ എന്തൊക്കെയുണ്ട് നമുക്കറിയാം. സോയിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, അതുപോലെ തന്നെ സോയിലിൻ്റെ ടെക്സ്ചർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സർഫസ് റഫ്നെസ് ഓഫ് ദി സോയിൽ, presence of iron oxide and organic matter content. These factors are complex, variable and interrelated. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഇത്രയും ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, ഇത്രയും ഫാക്ടേഴ്സ് ഇറ്റ് വിൽ എഫക്ട് ദി സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് സോയിൽ. ഒന്നാമത് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് അത് ഇൻക്രീസ് ചെയ്യും. ദെൻ സോയിൽ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്രെയിൻ സൈസ്ഡ് ആണോ അല്ലെങ്കിൽ ലൈക്ക് ഫൈൻ ഗ്രൈൻഡ് സോയിലാണോ കോഴ്സ് ഗ്രൈൻഡ് സോയിലാണോ അതുള്ള കാര്യങ്ങൾ. ദെൻ അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ്, സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. ഇപ്പോൾ ഫൈൻ ഗ്രൈൻഡ് ആണോ കൂടുതൽ കണ്ടന്റ് അതിനകത്ത്, അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള സോയിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ദെൻ സർഫസ് റഫ്നെസ്, അതിൻ്റെ സ്മൂത്ത് അതാണോ അതെയോ ഇച്ചിരി റഫായിട്ടുള്ള ടെക്സ്ചർ ആണോ. ദെൻ പ്രസൻസ് ഓഫ് അയൺ ഓക്സൈഡ് ആൻഡ് ഓർഗാനിക് കണ്ടന്റ്, ഓർഗാനിക് മാറ്ററിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് അയൺ ഓക്സൈഡ്, ഇതൊക്കെയാണ് ഈ പറയുന്ന സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ റിഗാർഡിങ് സോയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് റാപ്പിഡ് സ്റ്റാറ്റിക് മെത്തേഡ് ഓഫ് GPS സർവേയിങ്. അപ്പോൾ GPS സർവേയിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് തന്നെ റാപ്പിഡ് സ്റ്റാറ്റിക് മെത്തേഡാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ GPS ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, GPS എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് അല്ലേ GPS. അത് നമ്മൾക്കൊരു എക്സാക്ട് ലൊക്കേഷൻ, നമ്മളൊരു ഇത് ബേസിക്കലി US മിലിറ്ററി ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിസ്റ്റമാണ്. ഒരു 24 സാറ്റലൈറ്റ്സ് ഉണ്ട്, ഒരു കോൺസ്റ്റലേഷൻ ഓഫ് 24 സാറ്റലൈറ്റ്സ് ഉണ്ട്. ഈ 24 സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച്
എർത്തിലെ ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും പൊസിഷൻ എക്സാക്ട് പൊസിഷൻ വളരെ അക്യുറസിയോടെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി അവർ ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ്. അപ്പോൾ 24 സാറ്റലൈറ്റിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് മിനിമം ഒരു 4 സാറ്റലൈറ്റിൽ നിന്നുള്ള ഇപ്പോൾ നമുക്ക് GPS റിസീവേഴ്സ് ഉണ്ട്. ഈ റിസീവേഴ്സിലേക്ക് എന്തുണ്ട്, റിസീവേഴ്സിലേക്ക് സാറ്റലൈറ്റ്സിൽ നിന്നുള്ള സിഗ്നൽസ് വരും. അപ്പോൾ മിനിമം 4 സാറ്റലൈറ്റ്സിൽ നിന്നാണ് റിസീവറിൽ സിഗ്നൽസ് വരേണ്ടത്. അതുവഴി എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ചിലപ്പോൾ ഒരു നോൺ ആയിട്ടുള്ള റെഫറൻസ് പോയിന്റ് ഉണ്ടാവും. ആ റെഫറൻസ് പോയിന്റിൽ നിന്നുള്ള എക്സാക്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ 2 പോയിന്റ്സുകൾ തമ്മിലുള്ള പൊസിഷൻ, അത് തമ്മിലുള്ള പൊസിഷനും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് GPS എന്ന് ഉദ്ദേശിക്കുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നമുക്ക് 24 സാറ്റലൈറ്റ് ഉണ്ട്. അതിൽ 4 സാറ്റലൈറ്റിൽ നിന്ന് മിനിമം എന്തുണ്ടാവും, നമുക്ക് GPS റിസീവേഴ്സ് ഉപയോഗിച്ച് നമ്മൾ സിഗ്നൽസ് റിസീവ് ചെയ്യും. അതുവഴി ആ ഒബ്ജക്റ്റിൻ്റെ എക്സാക്ട് പൊസിഷൻ അറിയാൻ പറ്റും. അതാണ് GPS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുന്ന സർവേ ആണ് എന്ത്, GPS സർവേ. ഓക്കെ, അപ്പോൾ അതിന് പല ടെക്നിക്ക് ഉണ്ട്. നമ്മൾ ഇതിനോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മെയിനായിട്ട് 2 മെത്തേഡ്സ് നമുക്ക് ഉണ്ടാവും. ഒന്ന് സ്റ്റാറ്റിക് മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ കൈനമാറ്റിക് മെത്തേഡും ഉണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റാറ്റിക് മെത്തേഡിൽ വരുന്ന ഒരു ടൈപ്പാണ് റാപ്പിഡ് സ്റ്റാറ്റിക് മെത്തേഡ് ഓഫ് GPS സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റാപ്പിഡ് സ്റ്റാറ്റിക് എന്നുള്ള പേര് തന്നെയുണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, സർവേ കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ റാപ്പിഡ് സ്റ്റാറ്റിക് സർവേയിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ടു മെഷർ ഷോർട്ട് ബേസ് ലൈൻസ് ആൻഡ് ഡിറ്റർമൈൻ പൊസിഷൻസ് അപ് ടു സെന്റിമീറ്റർ ലെവൽ വിത്ത് ഷോർട്ട് ഒബ്സർവേഷൻ ടൈം ഓഫ് അബൌട്ട് 5 to 20 minutes. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു 15 കിലോമീറ്റർ ബേസ് ലൈൻ ഒക്കെ വരുന്ന ഒരു ഒബ്സർവേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു 5 to 20 minutes നിൽക്കുന്ന തരത്തിലുള്ള ഒരു സർവേയിങ് വേണമെങ്കിൽ പെട്ടെന്ന്. അപ്പോൾ അതാണ് റാപ്പിഡ് എന്ന് പറയുന്നത്. റാപ്പിഡ് സ്റ്റാറ്റിക് സർവേയിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അപ് ടു സെന്റിമീറ്റർ ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും ആക്യുറസിയിലൂടെ നമുക്ക് പറയാൻ പറ്റും. ഇത്ര സെന്റിമീറ്റർ ലെവലാണ് നിൽക്കുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു ഇതിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പൊസിഷൻ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർവേയിങ് ആണ് റാപ്പിഡ് സ്റ്റാറ്റിക് സർവേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. റെഫറൻസ് പോയിന്റ് ഈസ് ചോസൺ ആൻഡ് 1 or more റോവേഴ്സ് ഓപ്പറേറ്റ് വിത്ത് റെസ്പെക്ട് ടു. അതായത് വേറൊന്നുമല്ല, നമുക്ക് ഇവിടെ ഒരു GPS റിസീവർ, ഇതൊരു നോൺ ലാറ്റിറ്റ്യൂഡിലാണ് വെച്ചിരിക്കുന്നത്. ഒരു നോൺ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഹൈറ്റ് ഇത് ഉള്ള GPS റിസീവർ നോൺ ലൊക്കേഷൻ നമ്മൾ വെക്കുന്നു. അതുകൂടാതെ നമുക്ക് സർവേ ചെയ്യുന്ന പോയിന്റ് ഏതാണ്, ഇതാണ് നമ്മൾ സർവേ ചെയ്യുന്ന പോയിന്റ്. അതായത് GPS റിസീവർ നമ്മൾ അതിനെ റോവർ എന്ന് വിളിക്കുന്നത്. റോവർ റിസീവറും ഉണ്ട്, അതുപോലെ തന്നെ റെഫറൻസ് റിസീവറും ഉണ്ട്. റോവർ റിസീവർ ആൻഡ് റെഫറൻസ് റിസീവർ. ഈ റെഫറൻസ് റിസീവറിന്റെ GPS അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ, ലൊക്കേഷൻ എല്ലാ പോയിന്റ്സ് എല്ലാം നമുക്ക് അറിയായിരിക്കും. നോൺ ലാറ്റിറ്റ്യൂഡ് ആണ്, ലോഞ്ചിറ്റ്യൂഡ് ആണ്, ഹൈറ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ റോവർ സാറ്റലൈറ്റ്സ് ഫിക്സ് ചെയ്യുന്നത് ഈ പറയുന്ന ഏത് പോയിന്റിലേക്കാണോ, നമുക്ക് ഏത് പോയിന്റിന്റെ പൊസിഷൻ ആണോ വേണ്ടത് അവിടെയാണ് നമ്മൾ റോവർ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ റോവർ റിസീവേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ റോവർ റിസീവേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം, നമുക്ക് അവിടുത്തെ ലാറ്റിറ്റ്യൂഡ് അറിയണം, ലോഞ്ചിറ്റ്യൂഡ് അറിയണം, ഹൈറ്റ് അറിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ GPS കോർഡിനേറ്റ്സ് നമുക്ക് അറിയേണ്ട സ്ഥലത്താണ് റോവർ റിസീവേഴ്സ് നമ്മൾ വയ്ക്കുന്നത്. ഓക്കെ, 2 സ്ഥലത്തും നമ്മൾ അങ്ങനെ വയ്ക്കുന്നു. ദെൻ റോവർ റിസീവേഴ്സ് ആർ മൂവ് ടു ഈച്ച് ഓഫ് ദി റിക്വയർഡ് പോയിന്റ്സ്. നമുക്കിപ്പോൾ ഒരു പോയിന്റിൽ അറിഞ്ഞാൽ മതിയെങ്കിൽ അവിടെ ആദ്യം റോവർ റിസീവേഴ്സ് വെക്കുന്നു. വേറൊരു പോയിന്റിൽ വെക്കണമെങ്കിൽ, വേറൊരു പോയിന്റ് അറിയണമെങ്കിൽ അവിടെ നമ്മൾ റോവർ റിസീവേഴ്സ് വെക്കണം. ഓക്കെ, വെച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, യൂസ് ഫോർ ഡീറ്റെയിലിംഗ്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റിസീവേഴ്സ്, അപ്പോൾ റിസീവേഴ്സ് എന്താണ് സിഗ്നൽസ് റിസീവ് ചെയ്യാൻ തുടങ്ങും. എവിടെ നിന്നാണ്, ഇത് കണ്ടോ, സാറ്റലൈറ്റ്സിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ 3 സാറ്റലൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 4 സാറ്റലൈറ്റിൽ നിന്ന് ഇപ്പോൾ ഓരോ അറ്റ്ലീസ്റ്റ് ഒരു 4 സാറ്റലൈറ്റ്സിൽ നിന്ന് റിസീവേഴ്സിന് സിഗ്നൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് കണ്ടോ 3 സാറ്റലൈറ്റ് നമ്മൾ കിട്ടുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ. അപ്പോൾ എന്താണ്, റിസീവേഴ്സിന് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് സിഗ്നൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 to 20 minutes ഒരു ഒബ്സർവേഷൻ ടൈം വയ്ക്കും. 5 to 20 minutes ഒബ്സർവേഷൻ ടൈം വയ്ക്കും. കാരണം കറക്റ്റായിട്ട് അതിന് എക്സാക്റ്റുള്ള ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട്, കറക്റ്റ് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സർവേ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സാക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരു 5 to 20 minutes ഒബ്സർവേഷൻ ടൈം വയ്ക്കുന്നു. ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ പറയുന്ന റിസീവറിൽ നിന്ന് സിഗ്നൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കിട്ടിയ സിഗ്നൽസ് വെച്ചിട്ട് അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഹൈറ്റും നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ഫോർ ഡീറ്റെയിലിംഗ് എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക്, എസ്റ്റാബ്ലിഷിംഗ് കൺട്രോൾ പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സർവേ സ്റ്റേഷൻസ് ഏതൊക്കെയാണ് എന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. When working with more than one rover, it is essential to ensure that all rovers operate at each occupied point simultaneously. അപ്പോൾ നമ്മൾ ഈ പറയുന്ന റോവേഴ്സ് ഒന്നിൽ കൂടുതൽ റോവർ ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പോയിന്റ് കറക്റ്റായിട്ട് ഓക്യുപ്പൈ ചെയ്തിരിക്കണം.
Then rapid static technique provide the same accuracy available from 1 to 2 hour session of static positioning with observations of 5 to 20 minutes. അപ്പോൾ റാപ്പിഡ് സ്റ്റാറ്റിക് GPS സർവേയിങ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല. ഒരു 1 to 2 hour സെഷനിൽ കിട്ടുന്ന അതേ ആക്യുറസി തന്നെ നമുക്ക് ഈ റാപ്പിഡ് സ്റ്റാറ്റിക് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് 5 to 20 മിനിറ്റ്സിൽ നമുക്ക് ഒബ്സർവേഷൻ നടത്തി നമുക്ക് ആ പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ലൊക്കേഷൻസ് എല്ലാം അതേ ആക്യുറസിയോടുകൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി GPS എന്ന് പറയുമ്പോൾ GPS സർവേയിങ്ങിൻ്റെ ഒരു മെത്തേഡാണ് സ്റ്റാറ്റിക് മെത്തേഡ് ആൻഡ് കൈനമാറ്റിക് മെത്തേഡ്. സ്റ്റാറ്റിക് മെത്തേഡിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് റാപ്പിഡ് സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അത് വളരെ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിൽ നമുക്ക് ഒരു GPS ഒരു പൊസിഷൻസ് നമുക്ക് കിട്ടാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഒരു ഏകദേശം 5 to 20 മിനിറ്റ്സ് ആണ് ഒബ്സർവേഷൻ ടൈമായിട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, അപ് ടു 15 kilometer ആണ് അതിൻ്റെ ഷോർട്ട് ബേസ് ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് റാപ്പിഡ് സ്റ്റാറ്റിക് മെത്തേഡ് കൊണ്ട് സർവേ നടത്തുന്നത്. ഓക്കെ, അടുത്തത് 8 മാർക്സിന്. അപ്പോൾ നമ്മൾ 9 and 10 3 മാർക്സിൻ്റെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഗേഴ്സ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 4 സാറ്റലൈറ്റ് കാണിച്ചിട്ട് അതിൽ കൂടെ സിഗ്നൽസ് വരുന്നതായിട്ട് കാണിക്കുക. ഓക്കെ, അടുത്തത് വിത്ത് നീറ്റ് സ്കെച്ചസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എലോങ് ട്രാക്ക് ആൻഡ് അക്രോസ് ട്രാക്ക് മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ്. വളരെ സിമ്പിളാണ്, അധികം നമുക്ക് എഴുതാനില്ല. നമുക്ക് പിക്ചറൈസ് ചെയ്ത് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൺവേ ചെയ്തെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്കാനിങ് സിസ്റ്റം ടു കളക്ട് ഡേറ്റ ഓർ വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് റേഞ്ചസ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമല്ല, ഒരു സ്കാനിങ് സിസ്റ്റം ആണ്. സ്കാനിങ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നമ്മുടെ ഭൂമിയിലെ ഒരു ഫീച്ചറിനെ, ലൈക്ക് ഒരു മൗണ്ടൻ ആയിക്കോട്ടെ, ഒരു റിവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ, എന്ത് ഫീച്ചറിനെ ആണെങ്കിലും ആ ഫീച്ചറിനെ സ്കാൻ ചെയ്ത് അതിൻ്റെ ഡേറ്റാസ് ഒപ്പിയെടുക്കുക. അതാണ് ബേസിക്കലി മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ രണ്ട് ടൈപ്പ്, അത് സ്കാൻ ചെയ്യുന്നത് രണ്ട് മെത്തേഡ്, രണ്ട് മോഡ്സ് ആയിട്ട് പറയാൻ പറ്റും. ഒന്ന് അക്രോസ് ട്രാക്ക് സ്കാനിങ് ഉണ്ട്, എലോങ് ട്രാക്ക് സ്കാനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ സ്കാനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്ത് ഫീച്ചറിൻ്റെയും നമുക്ക് അതിൻ്റെ ഡേറ്റാസ്, അതിൻ്റെ ഡേറ്റ എടുക്കണം. അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഹൈറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ, ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്രോസ് ട്രാക്ക് സ്കാനിങ് ആൻഡ് എലോങ് ട്രാക്ക് സ്കാനിങ് എന്നാണ്. അക്രോസ് ട്രാക്ക് സ്കാനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനാദ്യം തന്നെ വിളിക്കുന്നത് വിസ്ക് ബ്രൂം സ്കാനർ എന്നാണ്. വിസ്ക് ബ്രൂം സ്കാനർ. ഓക്കെ, വിസ്ക് ബ്രൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രൂം എന്ന് പറഞ്ഞാൽ അറിയാലോ, ചൂലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ടൈപ്പ് ബ്രൂംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ മെക്കാനിക്കൽ സാറ്റലൈറ്റ് സെൻസർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രൂം ടൈപ്പാണ് വർക്ക് ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്ത് ഒരു എന്താണ് ഓരോ ഏരിയാസ് ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത് വിസ്ക് ബ്രൂം സ്കാനിങ്ങിൽ അക്രോസ് ട്രാക്ക് സ്കാനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്കാൻസ് ഏരിയ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അത് സ്കാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റ് ഓരോ പോയിന്റും, ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്കാനർ വെച്ചു. അപ്പോൾ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ഇങ്ങനെ ഓരോ സിംഗിൾ സെല്ലായിട്ടാണ് അത് സ്കാൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, കറണ്ട് ഗ്രൗണ്ട് റെസൊല്യൂഷൻ സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു സിംഗിൾ സെല്ലായിട്ടാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, ഈ സ്കാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ വിസ്ക് ബ്രൂം സ്കാനർ എന്ന് ഇതിനെ അറിയപ്പെടാൻ കാര്യം. കാരണം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വിസ്ക് ബ്രൂം ടൈപ്പ്, ഈ ഒരു ബ്രൂം ടൈപ്പാണ് ഇതിൻ്റെ ആ ഒരു സ്കാനറിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, സ്കാനർ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൺ ബൈ റൊട്ടേറ്റിംഗ് ഓർ ഓസിലേറ്റിംഗ് മിറർ ടു സ്കാൻ ദ ടെറൈൻ ഇൻ സീരീസ് ഓഫ് ലൈൻസ്. അപ്പോൾ ഏത് ടെറൈൻ ആണെങ്കിലും മിറർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓർ ഓസിലേറ്റിംഗ് മിററാണ്, അങ്ങനെയാണ് ഇത് സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് അപ്പോൾ ഇതിനെ ഗ്രിഡായിട്ട്, ഈ പറയുന്ന ഡേറ്റാസിനെ ഗ്രിഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സിംഗിൾ സെല്ലായിട്ടാണ് ഇത് സ്കാൻ ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത് വരുമ്പോഴത്തേക്കും എലോങ് ട്രാക്ക് സ്കാനിങ് ആണ്. ഇത് പുഷ് ബ്രൂം സ്കാനർ എന്നാണ് അറിയപ്പെടുന്നത്. പുഷ് ബ്രൂം സ്കാനർ, ഈ സ്കാനർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ചൂലിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും അല്ലേ? ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്കാൻ ചെയ്ത് പോകുന്നത്. നോക്കിക്കേ, ഇതിൻ്റെ ഇലക്ട്രോണിക് സാറ്റലൈറ്റ് സെൻസർ എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് ഒറ്റ ഫുൾ ലീനിയർ ആയിട്ട് എന്ത് ചെയ്യും, ഫുള്ള് സ്കാൻ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലീനിയർ ആയിട്ട് സ്കാൻ ചെയ്ത് ഈ ഒരു ടൈപ്പ് ചൂല അതിങ്ങനെ വലിച്ചെടുക്കുന്ന ഓർത്താൽ മതി. സോ അതിനകത്ത് നിന്നാണ് ഒരു ലീനിയർ അറേ ഓഫ് ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ എന്ത് ചെയ്യും, ഒരു സെല്ല് മാത്രമല്ല, ആ ഫുൾ സീരീസിലെ അല്ലെങ്കിൽ ആ ഫുൾ റോയിലെ കംപ്ലീറ്റ് സെല്ലിന് എന്ത് ചെയ്യും, അതിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ട് പോകും. അതിനാണ് എലോങ് ട്രാക്ക് സ്കാനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പുഷ് ബ്രൂം സ്കാനർ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലീനിയർ അറേ ഓഫ് ഡിറ്റക്ടേഴ്സ് ആൻഡ് ഇറ്റ് റെക്കോർഡ് വൺ എൻറ്റയർ ലൈൻ അറ്റ് എ ടൈം. അപ്പോൾ ഇത് നോക്കി, ഇതൊരു ഓരോ ലൈൻസ് ആണ്.
അപ്പോൾ അറ്റ് എ ടൈം എന്ത് ചെയ്യും, ഇത് വൺ എൻറ്റയർ ലൈനിന് എന്ത് ചെയ്യും, ഇത് ക്യാപ്ചർ ചെയ്യും, അതാണ് റെക്കോർഡ് ചെയ്യും. അതാണ് എലോങ് ട്രാക്ക് സ്കാനിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഫിഗറിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രിഡായി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലൈൻ മൊത്തം ഒറ്റയടിക്ക് ഇതെന്ത് ചെയ്യും, സ്കാൻ ചെയ്തെടുക്കാം. ഒപ്റ്റിക്കൽ സ്കാനർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാറ്റലൈറ്റ് സെൻസർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സ്കാനറാണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എഴുതേണ്ടത് രണ്ട് ഫിഗറും കറക്റ്റായിട്ട് വരച്ച് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇതിന് ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ നമുക്ക് കണ്ടന്റ് എഴുതാനില്ല, പക്ഷേ ജസ്റ്റ് ഇത് റെപ്രസെൻ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിന് 8 മാർക്സ് ആണ് ഇതിന് ചോദിക്കുന്നത്. ഇപ്പോൾ സ്കെച്ച് എന്തായാലും എഴുതണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ എന്തായാലും പഠിക്കണം. പുഷ് ബ്രൂം ആൻഡ് വിസ്ക് ബ്രൂം. അടുത്തത് എക്സ്പ്ലെയിൻ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഇൻ GIS, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് GIS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ് ടു കളക്ട്, സ്റ്റോർ ആൻഡ് റിട്രീവ് ഡേറ്റ അല്ലേ. ഡേറ്റ എന്ന് പറയുമ്പോൾ എന്ത് ഡേറ്റയാണ്? ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഒരു മൗണ്ടൻ, അതിൻ്റെ ഡേറ്റ അതിൻ്റെ കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, റിട്രീവ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റാനായിട്ടാണ് നമ്മൾ ഈ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ, അതായത് ആദ്യം ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ഡേറ്റ കളക്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. ഓരോ ജോഗ്രഫിക്കൽ, ഈ ഭൂമിയിലുള്ള ഓരോ ജോഗ്രഫിക്കൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ടോപ്പോഗ്രഫിക്കൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ അതിനെയാണ് GIS എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഇൻ GIS ആണ്. എന്താണ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്? എങ്ങനെയൊക്കെ ചെയ്യാം? ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ പല തരത്തിലുള്ള, നമുക്ക് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നത്? അപ്പോൾ രണ്ട് മെത്തേഡാണ്. ഒന്ന് വെക്റ്റർ ഡേറ്റയാണ്, റാസ്റ്റർ ഡേറ്റയാണ്. ഓക്കെ, വെക്റ്റർ ഡേറ്റ ആൻഡ് റാസ്റ്റർ ഡേറ്റ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് പറയുകയാണെങ്കിൽ ഇതാണ് ഒരു ഫീച്ചർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ഏരിയ എടുത്തേക്കാണ്, ഭൂമിയിലൊരു ലാൻഡ് ഏരിയ എടുത്തേക്കാണ്. അവിടെ കുറേ ട്രീസ്, പിന്നെ ഇവിടെ ഒരു ലേക്ക് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു റോഡ് കാണിച്ചിട്ടുണ്ട്, ഹൈവേ ഉണ്ട്, ഒരു ഫോറസ്റ്റ് ഉണ്ട്, ലേക്ക് ഉണ്ട്. ഓക്കെ, അത് വെക്റ്റർ മാപ്പിൽ വരുമ്പോഴത്തേക്കും അതെങ്ങനെ വരും? വെക്റ്റർ മാപ്പിൽ വരുമ്പോഴത്തേക്കും ഈ റിവർ, അതുപോലെ തന്നെ ഹൈവേ, ഇതെല്ലാം ഹൈവേയുടെ സെൻട്രൽ എലിമെന്റ്, ഇതെല്ലാം എന്താണ്, ലൈനായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫോറസ്റ്റ്, ലേക്ക് ഒക്കെ ഒരു പോളിഗൺ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും വിഷ്വലി നമുക്ക് മനസ്സിലാവും അല്ലേ. വിഷ്വലി നമുക്ക് എന്ത് ചെയ്യും, ഒരു മാപ്പിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ അത് കാണുന്നുണ്ടല്ലേ. വെക്റ്റർ ഡേറ്റ അങ്ങനെ ചെയ്യാം. ഇനി റാസ്റ്റർ ഡേറ്റയിലേക്ക് വരുമ്പോഴത്തേക്കും കുറേ അധികം ഗ്രിഡായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ആ ലാൻഡ് ഏരിയനെ കുറേ ഗ്രിഡായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ഗ്രിഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പം ലൈനൊക്കെ ആണെങ്കിൽ എന്താണ്, ഒരു മൾട്ടി സെല്ലായിട്ട് വരുന്നുണ്ട്. ഫോറസ്റ്റ് ഒക്കെ നോക്കിക്കേ, അപ്പോൾ നമ്മൾ ഡീറ്റെയിലിൽ പറയുന്നുണ്ട്. അത് ഫോറസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു തിക്കായിട്ട് കുറേ സെൽസും കൂടെ കൂടി ചേർന്നാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, അപ്പം അത് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റാസ്റ്റർ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലേമാൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല, എന്താണ് അത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് മനസ്സിലാവുന്നില്ല അല്ലേ. അപ്പോൾ ഈ റാസ്റ്റർ ഡേറ്റ നമ്മുടെ ആ ലാൻഡ് ഏരിയനെ കംപ്ലീറ്റ് ആയിട്ട് കുറേ ഗ്രിഡായിട്ട് ഡിവൈഡ് ചെയ്തു. ഗ്രിഡായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രിഡിനും ഓരോ സെല്ലെന്നാണ് പറയുന്നത്, ഒരു സിംഗിൾ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ ഫീച്ചേഴ്സിന് എന്ത് ചെയ്തേക്കാണ്, അതനുസരിച്ച് ഓരോ ഫീച്ചേഴ്സും റെപ്രസെൻറ്റ് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇനി ഇപ്പോൾ റാസ്റ്റർ ലെയേഴ്സ് നോക്കി, റാസ്റ്റർ ലെയേഴ്സ് എടുക്കുവാണെങ്കിൽ ഫോറസ്റ്റ് നോക്കി, ഫോറസ്റ്റ് കുറേ സെൽസ് ആയിട്ട് കൂടി ചേർന്നാണ് ഫോറസ്റ്റ് വരുന്നത്. ഡ്രെയിനേജ് വരുന്നതും ഈ പറഞ്ഞ മാതിരി ഒരേ ലൈൻ കുറേ ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിക്കുവാണ്. ഹൈവേസ് വരുമ്പോഴത്തേക്കും ലൈൻ പോലെ ഇങ്ങനെ വന്നേക്കാണ്. ഓക്കെ, റിലീഫ് എന്ന് പറയുന്നത് എന്താ? റിലീഫ് എന്ന് പറഞ്ഞാൽ മൗണ്ടൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് റിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, റിലീഫ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ എലിവേഷൻ അല്ലെങ്കിൽ മൗണ്ടൻ എന്ന രീതിയിലാണ് പറയുന്നത്. സോ അതിനെയും നമ്മൾ വേറെ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഗ്രിഡായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ് അല്ലേ. നമുക്ക് വരാം, അതിനകത്തേക്ക് വരാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ വെക്റ്റർ ഡേറ്റ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു കോർഡിനേറ്റ് ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ ആണ് വെക്റ്റർ ഡേറ്റ എന്ന് പറഞ്ഞാൽ. സോ വെക്റ്റർ ഡേറ്റ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, വെക്റ്റർ റെപ്രസെൻറ്റ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആസ് പോയിന്റ്സ്, ലൈൻസ് ആൻഡ് പോളിഗൺസ്. മൂന്ന് രീതിയിലാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് പോയിന്റ് ആയിട്ട് ചെയ്യാൻ, ചില ഫീച്ചേഴ്സിനെ പോയിന്റ് ആയിട്ട് ചെയ്യും, ചില ഫീച്ചേഴ്സിന് ലൈൻസ് ആയിട്ടാണ് വരുന്നത്, ചില പോയിന്റ്സിനെ പോളിഗൺസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഏതിനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ലൊക്കേഷൻ ഓഫ് ഒരു വെൽ, ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്. അപ്പോൾ ബിൽഡിങ്സ് ഒക്കെ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ്, ഒരു പോയിന്റ് ആയിട്ടാണ് വെക്റ്റർ ഡേറ്റയിൽ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ ലൈൻസ് ആണെങ്കിലോ അത് റോഡ്, റിവർ, പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ അലൈൻമെന്റ് ഓഫ് ദി റോഡ് വേസ്, അതൊക്കെ ആയിരിക്കും എന്ത്
ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി പോളിഗൺ ആണെങ്കിൽ ഒരു ബൗണ്ടറി ഓഫ് സിറ്റീസ്, ഒരു സിറ്റീസിന്റെ ബൗണ്ടറി. അപ്പോൾ സിറ്റി എന്ന് മനസ്സിലാവും. പിന്നെ ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ പോളിഗൺ ആയിട്ട് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെക്റ്റർ ഡാറ്റയിൽ വരുമ്പോഴത്തേക്കും പോയിന്റ്സ്, ലൈൻസ് ആൻഡ് പോളിഗൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ദിസ്, പോയിന്റ് നോക്കിയ ലൊക്കേഷൻ ഓഫ് വെൽ, സ്കൂൾസ് ഓർ പോയിന്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ ലൈൻസ് ഓർ പോളിഗൺസ്, ലൈൻസ് ഓർ പോളിലൈൻസ്. പോളിലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സീരീസ് ഓഫ് ലൈൻസ് ആണ്. ഇപ്പോൾ റോഡ്, സെൻട്രൽ ലൈൻസ്, അതുപോലെ റിവേഴ്സ്, ട്രെയിൽസ് ഓർ സ്ട്രീറ്റ്സ് ഒക്കെ നമ്മൾ കാണിക്കുന്നത്. നോക്കിയേ, സെൻട്രൽ സ്ട്രീറ്റ്, അതുപോലെ തന്നെ റിവേഴ്സ്, ഇതെല്ലാം കാണിച്ചിരിക്കുന്ന ലൈൻസ് അല്ലെങ്കിൽ പോളി ലൈൻസ് ഉപയോഗിച്ചാണ്. ഫൈനലി പോളിഗൺസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ബൗണ്ടറി ഓഫ് സിറ്റീസ് ആണ് ഉദ്ദേശിക്കുന്നത്. പോളിഗൺ എന്ന് പറയുന്നത് ബൗണ്ടറി ഓഫ് സിറ്റീസ്, ലേക്സ്, ഫോറസ്റ്റ് ഒക്കെയാണ്. അതേപോലത്തെ ഫീച്ചേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളിഗൺസ് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇനി ഒരു റാസ്റ്റർ ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ സ്പേസ്, നമ്മുടെ ജോഗ്രഫിക്കൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡ് സെൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഡാറ്റ ഈസ് റെപ്രസെന്റഡ് യൂസിങ് ദീസ് സെൽസ്. ഓരോ സെൽസ് വെച്ചിട്ടാണ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈച്ച് സെൽ കണ്ടെയ്ൻസ് എ വാല്യൂ. ഓരോ സെല്ലിനും വാല്യൂസ് ഉണ്ടാവും, അതിൻ്റെതായ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ എന്താ പറയുക, ഈ വെക്റ്റർ ഡാറ്റയിൽ പോയിന്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തത് റാസ്റ്റർ ഡാറ്റയിൽ ഒരു ഗ്രിഡ് സെല്ലായിട്ടാണ് പറയുന്നത്. ഒരു ഗ്രിഡ് സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ലൊക്കേഷൻ ഓഫ് വെല്ല് അല്ലെങ്കിൽ ഒരു സ്കൂളൊക്കെ ആണെങ്കിൽ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ഒരു ഗ്രിഡ് സെല്ല് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടായിരിക്കും. അതാണ് അത് നമ്മൾ പോയിന്റ് അല്ലെങ്കിൽ 0 ഡയമെൻഷൻ നമുക്ക് പറയാം. അടുത്തത് വന്നിട്ട് ഇനി ഒരു റിവറോ അല്ലെങ്കിൽ ഒരു റോഡ് ബേസിൻ്റെ ഒക്കെ സെൻട്രൽ അലൈൻമെന്റ് ഒക്കെ ആണെങ്കിലോ അതൊരു ലൈൻ ആയിരിക്കും. ഒരു ലൈൻ പോലെ ഇങ്ങനെ ഗ്രിഡ് നമ്മളിങ്ങനെ ചെയ്യും. ഒരു ലൈൻ പോലെ ഗ്രിഡ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പല കോൺസിക്യൂട്ടീവായിട്ട് കുറേ ഗ്രിഡ്സ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും, അതായത് ഒരു ലൈൻ പോലെ. ഓക്കെ, ഇനി അത് 1 ഡയമെൻഷനിലാണ്, ലൈൻ ആണല്ലോ. ഇനി അത് ഏരിയ. ഇനി പോളിഗൺ റെപ്രസെന്റ് ബൈ എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. അപ്പോൾ പോളിഗൺ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോറസ്റ്റ്, ലേക്ക് പോലത്തെയുള്ള ഫീച്ചേഴ്സ്, ബൗണ്ടറീസ് ഓഫ് ദ സിറ്റീസ് ഒക്കെ ഏരിയ ടൈപ്പാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പോകുന്നത്. അതായത് 2 ഡയമെൻഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങനെ ഷെയ്ഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൈൻ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ബൈ എ സീരീസ് ഓഫ് സെൽസ്, അതായത് ഒറ്റ യൂണി ഡയമെൻഷനായിട്ട് ഏതെങ്കിലും ഇതിൽ കൂടെ എന്ത് ചെയ്യും, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് പോകും. പോളിഗൺ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽ റെപ്രസെന്റ് ബൈ എ ഗ്രൂപ്പ് ഓഫ് സെൽസ് 2 ഡയമെൻഷനിലായിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് റാസ്റ്റർ ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫൈനലി നോക്കുവാണെങ്കിൽ വെക്റ്റർ ഡാറ്റ മോഡൽ, ഒരു പോയിന്റ് അത് എന്ത് ചെയ്തു, റാസ്റ്റർ ഡാറ്റയിൽ വന്നപ്പോൾ ഒരു ഗ്രിഡ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇനി ലൈൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത് കണ്ടോ, എത്ര ലൈൻ ഇങ്ങനെ സീരീസ് ഓഫ് റോസ്, സീരീസ് ഓഫ് സെൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. 2 ഡയമെൻഷണൽ ഏരിയ ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ 2D ആയിട്ട് ഷെയ്ഡ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് നീ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഇൻ GIS എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് മാപ്പ് പ്രൊജക്ഷൻ, എക്സ്പ്ലെയിൻ വേരിയസ് മെത്തേഡ്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നില്ല, നമ്മളിപ്പോൾ ഒരു എർത്ത് എന്ന് പറഞ്ഞാൽ സ്പെർക്കിൽ ഷേപ്പ് അല്ലേ, സ്പെർക്കിൽ ഒരു ജിയോഡിൻ ഷേപ്പ് എന്നാണ് അറിയുന്നത്. അതിനെന്ത് ചെയ്യും, അതിനെ ഒരു 2D എലമെന്റ് ആയിട്ട് മാറ്റും. അല്ലെങ്കിൽ ഒരു മാപ്പിലേക്ക് നമ്മൾ പല മാപ്പുകൾ കണ്ടിട്ടില്ലേ, അപ്പം മാപ്പും അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബും തമ്മിൽ വ്യത്യാസം എന്താ? ഗ്ലോബ് എന്ന് പറഞ്ഞാൽ അത് 3 ഡയമെൻഷനാണ്, സിവിയറുകൾ തന്നെയാണ്. പക്ഷേ മാപ്പ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനാണല്ലേ. ഒരു പേപ്പറിലേക്ക് നമ്മൾ ഈ പറയുന്ന ഫീച്ചേഴ്സിനൊക്കെ മാറ്റുന്നു. നമ്മൾ മാപ്പ്, അറ്റ്ലസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ആ മാപ്പ്, ഇപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണല്ലോ. ഇപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 3D എലമെന്റിനെ നമ്മൾ എന്താ പറയുക, ഗ്രാഫിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഒരു 3D ആയിട്ടുള്ള എലമെന്റിനെ നമ്മൾ 2D അത് നമ്മളൊരു പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനെ പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ അതിനെ ടോപ്പ് വ്യൂ നോക്കിയിട്ട് ടോപ്പിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് കിട്ടുന്ന എന്താണ്, ടോപ്പ് വ്യൂ കിട്ടും. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പറയുന്ന 2D ആക്കിയിട്ട് മാറ്റി. അതുപോലെ തന്നെ എലിവേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ആണെങ്കിൽ നമ്മൾ നേരെ നോക്കി അതൊരു വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും അല്ലേ. ടോപ്പ് വ്യൂ ആകുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് അതിനെ പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഡയമെൻഷണൽ ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് നമുക്ക് അതിനെ കിട്ടുന്നത്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇതിനെ. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇപ്പോൾ ബേസിക്കലി ഒരു സ്പെറിക്കൽ എർത്താണ്, നമുക്കറിയാം എർത്ത് ഈസ് സ്പെറിക്കൽ ഷേപ്പ്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാപ്പ് പ്രൊജക്ഷൻ ഒക്കെ നടത്തുമ്പോഴത്തേക്കും സംഭവിക്കാനുള്ള ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റോർഷൻ ഏരിയ, അതുപോലെ ഏരിയ വ്യത്യാസം വരാം. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്പെറിക്കൽ ഷേപ്പ് മാറി വേറെ ഷേപ്പിലേക്ക് മാറും. ഡിസ്റ്റോർഷൻ ഡിസ്റ്റൻസ്, ആ ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കില്ല, ആ ഡിസ്റ്റൻസ് ഒക്കെ ചിലപ്പോൾ മാറിയിരിക്കും.
പിന്നെ ഡയറക്ഷൻ ഒക്കെ ചേഞ്ച് വരാം. ഓക്കെ, അപ്പോൾ അത് ഡിസ്റ്റോർഷൻസ് വരാം. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ദി ബേസ്ഡ് ഓൺ എന്താണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി പ്രിസർവ് വിത്തൗട്ട് ഡിസ്റ്റോർഷൻ ബേസ്ഡ് ഓൺ സർഫസ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് മാപ്പ്. അപ്പോൾ നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ ക്ലാസ് ചെയ്യുന്ന ആദ്യം ബേസ്ഡ് ഓൺ ദി പ്രിസർവ്ഡ് ക്വാണ്ടിറ്റി വിത്തൗട്ട് ഡിസ്റ്റോർഷൻ നമുക്ക് എങ്ങനെ ബേസ്ഡ് ഓൺ ദാറ്റ് പ്രിസർവ് ക്വാണ്ടിറ്റി നമുക്ക് ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏരിയ വ്യത്യാസം വരാം, പക്ഷേ ഡിസ്റ്റൻസും അതുപോലെ തന്നെ എന്താണ് ഷേപ്പ് ഒക്കെ അതുപോലെ ഇരിക്കാം. ചില സമയത്ത് ഏരിയയ്ക്ക് ഡിസ്റ്റോർഷൻ സംഭവിക്കാം, അപ്പോൾ ഷേപ്പ് ആൻഡ് ഇതൊക്കെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കൺഫോമൽ പ്രൊജക്ഷൻ, ഇക്വിവാലന്റ് പ്രൊജക്ഷൻ, ഇക്വിഡിസ്റ്റൻസ് പ്രൊജക്ഷൻ ആൻഡ് അസിമുത്ത് പ്രൊജക്ഷൻ. ഈ 4 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കൺഫോമൽ പ്രൊജക്ഷൻ ആണ്. സോ ഇറ്റ് പ്രിസർവ്സ് ഷേപ്പ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ കൺഫോമൽ എന്ന് പറയുമ്പോൾ ഷേപ്പ് ആൻഡ് ഡയറക്ഷൻ പ്രിസർവ് ചെയ്യും, പക്ഷേ ഏരിയ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? അത് വ്യത്യാസം വരും, ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഇനി ഇക്വാലന്റ് പ്രൊജക്ഷൻ ആണെങ്കിലോ, ഇക്വാലന്റ് പ്രൊജക്ഷൻ പറയുമ്പോൾ ഏരിയ പ്രിസർവ് ചെയ്യും, പക്ഷേ ഷേപ്പ് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ എന്ത് ചെയ്യില്ല? പ്രിസർവ് ആവില്ല, അത് ഡിസ്റ്റോർട്ട് ആവും. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് പോപ്പുലേഷൻ മാപ്പ്, ലാൻഡ് യൂസ് മാപ്പ് എക്സെട്ര. അപ്പോൾ അത് പോപ്പുലേഷൻ മാപ്പ് അതുപോലെ തന്നെ ലാൻഡ് യൂസ് മാപ്പ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ പോലെ കൺഫോമൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത് ടോപ്പോഗ്രാഫിക്കൽ മാപ്പിങ്ങിനാണ് ആൻഡ് നാവിഗേഷൻ പർപ്പസിനാണ് ഈ പറയുന്ന മാപ്പ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് മെർക്കാറ്റർ പ്രൊജക്ഷൻ, ലാംബർട്ട് കൺഫോമൽ, കോണിക് പ്രൊജക്ഷൻ ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ എക്സാമ്പിൾ ആണെങ്കിലോ ആൽബേഴ്സ് ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ, ലാംബേർട്സ് ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ, സൈനസോയിഡൽ ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ് ഇക്വാലന്റ് പ്രൊജക്ഷൻ. അപ്പോൾ ഇത് ഏരിയ പ്രിസർവ് ചെയ്യും, ബാക്കിയൊന്നും പ്രിസർവ് ചെയ്യില്ല. ഇക്വി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്, ഇറ്റ് പ്രിസർവ്സ് ഡിസ്റ്റൻസ് ബട്ട് ഷേപ്പ്, ഡയറക്ഷൻ ആൻഡ് ഏരിയ മേ ബി ഡിസ്റ്റോർട്ടഡ്. അപ്പോൾ ഈ പറയുന്ന ഇക്വി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് മാത്രമേ അത് പ്രിസർവ് ചെയ്യുള്ളൂ, വേറെ ഷേപ്പ് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷേപ്പ് വ്യത്യാസം വരും, ഡയറക്ഷൻ വ്യത്യാസം വരും, ഏരിയ വ്യത്യാസം വരും. അത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് യൂസ് ഫോർ എയർലൈൻ ഡിസ്റ്റൻസ് മാപ്പ് ആൻഡ് സീസ്മിക് മാപ്പാണ്. എയർലൈൻ ഡിസ്റ്റൻസ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനും സീസ്മിക് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇക്വി ഡിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അറ്റ്ലസ് മാപ്പ്, അതുപോലെ ഇക്വി ഡിസ്റ്റൻസ് കോണിക് പ്രൊജക്ഷൻ മാപ്പ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ഡെവലപ്പബിൾ സർഫസ്. നമ്മൾ എങ്ങനെ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ദാറ്റ് ഈസ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ, കോണിക്കൽ പ്രൊജക്ഷൻ, പ്ലാനാർ ഓർ അസിമുതൽ പ്രൊജക്ഷൻ. ആ പേര് തന്നെയുണ്ട്, അത് നമ്മൾ ആ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിനെ ഒരു സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആക്കിയേക്കാണ്, അതുവഴി എന്ത് ചെയ്യും? ഇതിനെ എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്? സോ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എർത്ത് പ്രൊജക്ടർ ഓൺ ടു എ സിലിണ്ടർ വിച്ച് ഈസ് ദെൻ കട്ട് ലെങ്ത് വൈസ് ആൻഡ് ലേഡ് ഫ്ലാറ്റ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരും? ഒരു സിലിണ്ടറിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനെ ലെങ്ത് വൈസ് കട്ട് ചെയ്ത് ഫ്ലാറ്റ് ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു സിലിണ്ടറിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr അല്ലേ? അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും? നമുക്ക് ഒരു സിലിണ്ടറിനെ എന്താക്കി മാറ്റാം? അതിനെ റോൾ ചെയ്ത് ഒരു ഫ്ലാറ്റ് ഷീറ്റായിട്ട് മാറ്റാം. ആ രീതിയിലാണ് ഇതിന്റെ പ്രൊജക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്, ഇതിനകത്ത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഇക്വേറ്റർ സോൺ ആണ്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുക, കാരണം അതിന്റെ കറക്റ്റ് ലെങ്ത് കറക്റ്റ് ആയിരിക്കുമല്ലോ, അതിന്റെ ഡയമീറ്റർ കറക്റ്റ് ആയിരിക്കും. പോൾസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അത്രത്തോളം ഒരു ഫീച്ചേഴ്സ് കാണിക്കാൻ പറ്റില്ല. ബട്ട് പാരലൽസ് ബിക്കം ഹൊറിസോണ്ടൽ ലൈൻസ്. അതിന്റെ നമ്മളിപ്പോൾ പാരലായിട്ട് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ലൈനും അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് മെറിഡിയൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈനായിട്ടാണ് നമ്മൾ പറയുന്നത്. എൻ്റെ എക്സാമ്പിൾ മെർക്കാറ്റർ പ്രൊജക്ഷൻ ആണ് വരുന്നത്. പിന്നെ വരുന്നത് കോണിക്കൽ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ കാണിച്ചിരിക്കുന്നത്. അത് നോക്കി 180 ഡിഗ്രി ഇതുപോലെ നമ്മൾ ആ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ അതിനെ റോൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, സോ കോണിക്കൽ പ്രൊജക്ഷൻ. അടുത്ത് കോണിക്കൽ പ്രൊജക്ഷൻ ആണ്. എർത്ത് ഈസ് പ്രൊജക്റ്റഡ് ഓൺ ടു എ കോൺ വിച്ച് ഈസ് ദെൻ കട്ട് ലെങ്ത് വൈസ് ആൻഡ് ലേഡ് ഫ്ലാറ്റ്. അപ്പോൾ കോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ആക്സിസ് എന്താണ്? ഒരു അപ്പെക്സ് ഉണ്ടാവും. അപ്പോൾ അതിന് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് ഈ രീതിയാണ് കാണുന്നത്. ഇതുണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പ്രൊജക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആക്സിസ് ഉണ്ടാകും. ആ ആക്സിസിൽ കൂടെ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കോൺസ്റ്റന്റ്, ഒരു സ്പെസിഫിക് ആക്സിസ് ഉണ്ട്, ആ ആക്സിസിലൂടെ ഇങ്ങനെ കറക്കിയാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതനുസരിച്ച് നമുക്ക് ആ ഒരു പ്രൊജക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. സോ എർത്ത് ഈസ് പ്രൊജക്റ്റഡ് ഓൺ ടു എ കോൺ വിച്ച് ഈസ് ദെൻ കട്ട് ലെങ്ത് വൈസ് ആൻഡ് ലേഡ് ഫ്ലാറ്റ്. അപ്പോൾ ഒരു കോൺ
രീതിയിലും അത് പ്രൊജക്ട് ചെയ്യും, കോണിലേക്ക് പ്രൊജക്ട് ചെയ്യും, ദെൻ കട്ട് ചെയ്തെടുക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ആക്യുറേറ്റ് അറ്റ് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻ. മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയനിലാണ് അത് മെയിനായിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയനിലാണ് വരുന്നത്. ആൻഡ് പാരലൽസ് ബിക്കം കോൺസെൻട്രിക്കൽ സർക്കുലർ ആർക്സ് ആൻഡ് മെറിഡിയൻസ് ബിക്കം റേഡിയൽ ലൈൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ കറങ്ങാണല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിന് നേരത്തെ പാരലൽ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആവില്ല, അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലും ആവില്ല. എങ്ങനെ വരും, ഇതെന്ന് പറഞ്ഞാൽ കോൺസെൻട്രിക് സർക്കുലർ റിങ്സ് അല്ലേ, ഇത് കണ്ടോ കോൺസെൻട്രിക് സർക്കുലർ റിങ്സ് ആണ് എന്തായിട്ട് വരുന്നത്, പാരലായിട്ട് വരുന്നത്. അതുപോലെ റേഡിയൽ ലൈൻസ്, എന്നിട്ട് ഇതിൽ നിന്ന് റേഡിയൽ ലൈൻസ്, ഈ റേഡിയൽ ലൈൻസ് ആണ് എന്ത് മെറീഡിയൻസ് ആയിട്ട് വരുന്നത്. റേഡിയൽ ലൈൻസ് ആണ് മെറീഡിയൻസ്, വെർട്ടിക്കൽ മെറീഡിയൻസ് ആണ് വരുന്നത്. ഇങ്ങനെ മെറീഡിയൻസും എടുക്കാനായിട്ട് സാധിക്കും. ലാറ്റിറ്റ്യൂഡ്സ് മറ്റേ കോൺസെൻട്രിക് സർക്കിൾസും അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് റേഡിയൽ ലൈൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് കോണിക്കൽ പ്രൊജക്ഷൻ. ഇത് കണ്ടോ, നമ്മൾ ആ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഒറ്റ സെയിം ഒരേ വെർട്ടിക്സിൻ്റെ ആ അപെക്സിലിട്ട് ഇങ്ങനെ ചെയ്തും കറക്കണം അല്ലേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് പ്ലാനാർ ഓർ അസിമുത്തൽ പ്രൊജക്ഷൻ. എർത്ത് പ്രൊജക്ടഡ് ഓൺ ടു എ പ്ലെയിൻ. ഇനി ഒരു പ്ലെയിനിലേക്ക്, ഒരു പ്ലാനാർ സർഫസിലേക്ക് ഡയറക്റ്റ് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അസിമുത്തൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് നോർത്ത് പോൾ ഓർ സൗത്ത് പോൾ. അപ്പോൾ ആ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, ഇവിടെ നോർത്ത് പോളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഈ പ്ലെയിൻ വേണമെങ്കിൽ സൗത്ത് പോളിലും വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് നമുക്ക് അതിലേക്ക് പ്രൊജക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, സർക്കുലർ ഇൻ ഷേപ്പ് ആയിരിക്കും. മാപ്പ് നമുക്ക് എപ്പോഴും സർക്കുലർ ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. സോ പാരലൽസ് ബിക്കം കംപ്ലീറ്റ് കോൺസെൻട്രിക് സർക്കിൾസ് ആൻഡ് മെറിഡിയൻ ബിക്കംസ് റേഡിയൽ ലൈൻസ്. അപ്പോൾ ഇത് സർക്കുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കോണിക്കൽ ഷേപ്പിലും സർക്കുലർ ആയിട്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ എന്താണ് പാരലൽസ് ബിക്കം കോൺസെൻട്രിക് സർക്കിൾ ആൻഡ് മെറിഡിയൻസ് ബിക്കം റേഡിയൽ ലൈൻസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ലാംബർട്ട് കൺഫോമൽ കോണിക് പ്രൊജക്ഷൻ ആണ്. സോ പ്ലാനാർ ഓർ അസിമുത്തൽ പ്രൊജക്ഷനും സർക്കുലർ ഷേപ്പാണ്. പാരലൽസ് ബിക്കം കംപ്ലീറ്റ് കോൺസെൻട്രിക് സർക്കിൾസ്, കോൺസെൻട്രിക് സർക്കിൾ ആയിട്ട് മാറും. ദെൻ മെറിഡിയൻസ് ബിക്കം റേഡിയൽ ലൈൻസ്. റേഡിയൽ ലൈൻസ് ആണ് മെറിഡിയൻസ് ആയിട്ട് കാണുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയാണ് മെത്തേഡ്സ് ഓഫ് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ എന്താണെന്ന് പറഞ്ഞു. 3D എലമെൻറ്റിനെ 2Dയിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്രൊജക്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ. സോ മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെറിക്കൽ ഷേപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു ഷീറ്റ്സ് ആയിട്ട് മാറ്റുകയാണ്. അത് ടൈപ്സ് ഓഫ് പല ഡിസ്റ്റോർഷൻസ് സംഭവിക്കാം. ആ ഡിസ്റ്റോർഷൻസിൻ്റെ ബേസിസിൽ ആദ്യം നമുക്ക് ക്ലാസ് ചെയ്യാം കൺഫോമൽ പ്രൊജക്ഷൻ, അതുപോലെ ഇക്വി ഡിസ്റ്റൻസ്, പിന്നെ എന്താണ് ഇക്വി ഡിസ്റ്റൻസ്, ദെൻ ഇക്വാലന്റ്, അസിമുത്തൽ പ്രൊജക്ഷൻ. ഓരോന്നിൻ്റെയും എന്താണ് പ്രിസർവ് ചെയ്യുന്നത്, എന്താണ് പ്രിസർവ് ചെയ്യപ്പെടാത്തത് എന്ന് പഠിക്കുക. പിന്നെ ബേസ്ഡ് ഓൺ ദി ഡെവലപ്മെന്റ് ഷേപ്പ് നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പ്, കോണിക്കൽ ഷേപ്പ്, പിന്നെ പ്ലാനാർ ഓർ അസിമുത്തൽ ഷേപ്പ്, ഈ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്ന DGPS. GPS എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ഭൂമിയിലുള്ള ഒരു വസ്തുവിൻ്റെ ഒബ്ജക്റ്റ്, അത് ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ 2 റെഫറൻസ് പോയിന്റ് തമ്മിലുള്ള ഒരു പോയിന്റ് തമ്മിലുള്ള വ്യത്യാസം, ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിങ് സിസ്റ്റമാണ് GPS എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 24 സാറ്റലൈറ്റ്, ഒരു കോൺസ്റ്റലേഷൻ ഓഫ് 24 സാറ്റലൈറ്റ്സിൻ്റെ ഒരു ഇതിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു 4 റിസീവർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സിഗ്നൽസ് റിസീവ് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് അതിൻ്റെ സിഗ്നൽസ് വരുന്ന റേസിൻ്റെ എന്താണ് ഇതറിയാൻ പറ്റും. നമുക്ക് അതിൻ്റെ സ്പീഡ് ഓഫ് ദി ലൈറ്റിൽ വെച്ചാണ് ട്രാവൽ ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി ഇൻറ്റു ആ വരാൻ എടുത്ത ടൈം. ഓക്കെ, ആ ഒരു ഡിലേ അല്ലെങ്കിൽ ആ ഒരു ടൈം ആണ് നമ്മൾ രണ്ടാമത് ടൈം ടേക്കൺ ഞങ്ങളങ്ങനെ മെഷർ ചെയ്യുന്നു. സോ ടൈം ടേക്കൺ ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഇതാണ് GPS ചെയ്തുകൊണ്ടിരുന്നത്. ഡിഫറൻഷ്യൽ GPS എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇത് ഒരു എൻഹാൻസ്മെന്റ് ആണ് GPS-ന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടി ഒരു പൊസിഷണൽ ആക്യുറസിയും അതുപോലെ ഇന്റഗ്രിറ്റിയും കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണിത്. സോ എ സിസ്റ്റം ഇൻ വിച്ച് ഡിഫറൻസസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് കമ്പ്യൂട്ടർ കോർഡിനേറ്റ്സ് കോൾഡ് ഡിഫറൻഷ്യൽ കറക്ഷൻസ് ആർ ട്രാൻസ്മിറ്റഡ് ടു യൂസേഴ്സ് ടു ഇംപ്രൂവ് യൂസേഴ്സ് റിസീവർ പൊസിഷൻ. ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു ഒബ്സർവ്ഡ് നമുക്ക് കിട്ടിയ ഒബ്സർവ്ഡ് ഒരു കോർഡിനേറ്റ്സ് ഉണ്ടാവും. നമുക്ക് ഈ പറയുന്ന GPS-ന്റെ റിസീവർ ഉപയോഗിച്ച് റിസീവ് ചെയ്ത് ഒരു ഒബ്സർവ്ഡ് സിഗ്നൽസ് അല്ലെങ്കിൽ ഒബ്സർവ്ഡ് കോർഡിനേറ്റ്സ് കിട്ടും. അതുകൂടാതെ ഒരു കമ്പ്യൂട്ടഡ് കോർഡിനേറ്റ്സ്, നമ്മൾ ഇതിൽ നിന്നും വേറൊരു കാൽക്കുലേഷൻ ഒക്കെ ചെയ്തെടുക്കുന്ന ഒരു കമ്പ്യൂട്ടഡ് കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒബ്സർവ്ഡ് കോർഡിനേറ്റ്സും കമ്പ്യൂട്ടഡ് കോർഡിനേറ്റ്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഡിഫറൻഷ്യൽ കറക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഡിഫറൻഷ്യൽ കറക്ഷൻസ് എന്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അത് കറക്റ്റായിട്ട് ഈ ഡിഫറൻഷ്യൽ കറക്ഷൻസ് ചെയ്ത്
അത് യൂസേഴ്സിൻ്റെ റിസീവർ പൊസിഷനിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ DGPS എന്ന് വിളിക്കുന്നത്, ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതായത് ഒബ്സർവ്ഡ് ആയിട്ട് നമുക്കൊരു കോർഡിനേറ്റ്സ് കിട്ടി, അതുവഴി നമ്മൾ അത് കൂടാതെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണ്, നമ്മൾ വേറെ പല രീതിയിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കമ്പ്യൂട്ട് ചെയ്തെടുക്കുകയാണ്, കമ്പ്യൂട്ടർ കോർഡിനേറ്റ്സ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസിന് നമ്മൾ എന്ത് ചെയ്യും, ആ ഡിഫറൻസിനെ ഡിഫറൻഷ്യൽ കറക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ആ കറക്ഷൻ നമ്മൾ യൂസേഴ്സിൻ്റെ റിസീവർ പൊസിഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഏറ്റവും ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു ഡേറ്റയാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് എന്ന് വിളിക്കുന്നത് ഡിഫറൻഷ്യൽ GPS എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് യൂസേഴ്സ് 1 യൂണിറ്റ് അറ്റ് എ നോൺ ലൊക്കേഷൻ ആൻഡ് എ റോവർ. ഓക്കെ, അപ്പോൾ അത് യൂസേഴ്സ് 1 യൂണിറ്റ് അറ്റ് ഒരു നോൺ ലൊക്കേഷനും ഉണ്ടാവും, റോവറിലും, അതായത് റെഫറൻസ് റിസീവറും ഉണ്ടാവും, അതുപോലെ റോവർ റിസീവേഴ്സും ഉണ്ട്. സോ റെഫറൻസ് റിസീവർ കമ്പ്യൂട്ട്സ് എറർ ആൻഡ് ട്രാൻസ്മിറ്റ് ടു റോവർ. അപ്പോൾ റെഫറൻസ് റിസീവർ ആണ് എറർ കമ്പ്യൂട്ട് ചെയ്ത് റോവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റോവർ എന്ന് വെച്ചാൽ യൂസേഴ്സിൻ്റെ റിസീവർ പൊസിഷൻ. സോ റേഡിയോ ഡാറ്റ ലിങ്ക് ബിറ്റ്വീൻ റെഫറൻസ് ആൻഡ് റോവർ. റേഡിയോ വേബ്സിൻ്റെ ഡാറ്റ ലിങ്ക് ആണ് റെഫറൻസും റോവറും തമ്മിലുള്ളത്. ആൻഡ് റോവർ അപ്ലൈസ് കറക്ഷൻ ആൻഡ് മേക്സ് GPS മോർ ആക്യുറേറ്റ്. അതുവഴി GPS മോർ ആക്യുറേറ്റ് ആക്കുകയാണ്. ഓക്കെ, ഇനി ഹൗ ഡസ് GPS വർക്ക്സ്? ഇനി എങ്ങനെയാണ് DGPS വർക്ക് ചെയ്യുന്നത്? ദ സ്റ്റേഷനറി റിസീവർ മസ്റ്റ് ബി ലൊക്കേറ്റഡ് ഓൺ എ നോൺ കൺട്രോൾ പോയിന്റ്. നോൺ കൺട്രോൾ പോയിന്റിലാണ് സ്റ്റേഷനറി റിസീവർ അല്ലെങ്കിൽ റെഫറൻസ് റിസീവർ ഉള്ളത്, നമുക്കറിയാം. ആൻഡ് ദ ബേസ് സ്റ്റേഷൻ റിസീവർ റെഫറൻസ് റിസീവർ കാൽക്കുലേറ്റ്സ് ഹിസ് പൊസിഷൻ ബേസ്ഡ് ഓൺ സാറ്റലൈറ്റ് സിഗ്നൽസ്. അപ്പോൾ സാറ്റലൈറ്റ് സിഗ്നൽസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന റെഫറൻസ് റിസീവർ അതിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മുടെ ഈ സാറ്റലൈറ്റ് സിഗ്നൽ കിട്ടുന്ന അനുസരിച്ച് റെഫറൻസ് റിസീവർ അതിൻ്റെ കാൽക്കുലേഷൻ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഡിഫറൻസ് ഈസ് അപ്ലൈ ടു ഡാറ്റ റെക്കോർഡഡ് ബൈ സെക്കൻഡ് GPS റിസീവർ. ഈ പറയുന്ന സെക്കൻഡ് GPS റിസീവറിലേക്ക് ആ ഒരു ഡിഫറൻസ് വന്നത് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദ കറക്റ്റ് ഇൻഫോർമേഷൻ ക്യാൻ ബി അപ്ലൈ ടു ദി ഡാറ്റ ഫ്രം റോവിംഗ് റിസീവർ. ഓക്കെ, ഇനി അത് ആ വന്ന കറക്റ്റ് ഇൻഫോർമേഷൻ എന്തിലേക്ക് പാസ് ചെയ്യുന്നു, റോവിംഗ് റിസീവറിലേക്ക് പാസ് ചെയ്യുന്നു. ആൻഡ് ദ കറക്ഷൻ ഇസ് റിസീവ്ഡ് ബൈ റോവിംഗ് റിസീവർ ആൻഡ് അപ്ലൈ ടു ഇറ്റ്സ് പൊസിഷനിങ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റിംഗ്. ഓക്കെ, അത് ആ കറക്ഷൻ റോവിംഗ് റിസീവർ അത് അതിൻ്റെ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. As a result, the position displayed and recorded in data file of wrong receiver is a differentially corrected position. അപ്പോൾ നോൺ പോയിന്റിൽ നിന്ന് നമുക്ക് സാറ്റലൈറ്റ് സിഗ്നൽ വഴി ഒരു കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ കാൽക്കുലേറ്റിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഡിഫറൻഷ്യൽ കറക്ഷൻ എങ്ങോട്ട് കൊടുക്കുന്നു, റോവിംഗ് റിസീവറിലേക്ക് കൊടുക്കുന്നു. ആ റോവിംഗ് റിസീവർ എന്ത് ചെയ്യുന്നു, റോവിംഗ് റിസീവർ ആ കിട്ടിയ കറക്ഷൻ അതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കറക്റ്റായിട്ട് ഡിഫറൻഷ്യലി കറക്റ്റഡ് പൊസിഷനാക്കി മാറ്റുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്ഷൻസ് അപ്ലൈ ചെയ്ത്. സോ വൺസ് ഇറ്റ് നോസ് എറർ ഇറ്റ് ഡിറ്റർമൈൻസ് എ കറക്ഷൻ ഫാക്ടർ. അപ്പോൾ അതിൻ്റെ എറർ അത് മനസ്സിലാകുമ്പോൾ അതിനെന്ത് ചെയ്യും, ഒരു കറക്ഷൻ ഫാക്ടർ എന്ത് ചെയ്യും, മനസ്സിലാവും. ഇപ്പോൾ ഇത്ര എറർ ആണെങ്കിൽ ഇതാണ് കറക്ഷൻ ഫാക്ടർ ചെയ്യേണ്ടത്. അപ്പോൾ ആ കറക്ഷൻ ഫാക്ടർ എന്ത് ചെയ്യും, സെൻഡ് ഇറ്റ്സ് ടു ദി അതർ റിസീവറിലേക്ക് സെൻഡ് ചെയ്യും. ആൻഡ് മെസ്സേജ് സെൻഡ് ടു റോവർ വിത്ത് കറക്ഷൻ ഫാക്ടർ ഫോർ ഓൾ സാറ്റലൈറ്റ്സ്. മെസ്സേജ് സെൻഡ് ടു റോവർ വിത്ത് കറക്ഷൻ ഫാക്ടർ ഫോർ ഓൾസോ. അപ്പോൾ കറക്ഷൻ ഫാക്ടർ എന്ത് ചെയ്യും, ഇപ്പോൾ എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എററിന് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള കറക്ഷൻ ഫാക്ടർ ഓട്ടോമാറ്റിക്കലി ഇതാവും, അത് റോവറിലേക്ക് കൊടുക്കും. അതുവഴി ഈ പറയുന്ന ഡിഫറൻഷ്യലി കറക്റ്റഡ് ഇത് അപ്ലൈ ചെയ്യും. ഓക്കെ, ഡിഫറൻഷ്യലി കറക്റ്റ് പൊസിഷനാക്കി മാറ്റും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 4 സാറ്റലൈറ്റ് ഉണ്ടാകും. 4 സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ GPS നോൺ റിസീവറിലേക്ക് ഇത് കൊടുത്തതിന് ശേഷം അത് ഇതാണ് നമ്മുടെ ഈ പറയുന്ന റോവർ റിസീവർ ഇതിനകത്തേക്ക് വരുന്നു. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇത് രണ്ടിൻ്റെയും പൊസിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം കറക്ഷൻസ് അപ്ലൈ ചെയ്യുന്നു. കറക്ഷൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഡിഫറൻഷ്യൽ കറക്ഷൻ കിട്ടുന്നു. ഓക്കെ, ഡിഫറൻഷ്യലി കറക്റ്റഡ് പൊസിഷൻ കിട്ടുന്നു. വേറെ ഒന്നുമില്ല, അതായത് റെഫറൻസ് റിസീവറും അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ എറർ എങ്ങനെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് അത് ഡിഫറൻഷ്യലി കറക്റ്റഡ് പൊസിഷനാക്കി മാറ്റുന്നു. അതാണ് DGPS എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി മോഡ്യൂൾ 5. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട് ഫസ്റ്റ് മാപ്പ് പ്രൊജക്ഷൻ എന്താണെന്ന് കണ്ടു, GPS റാപ്പിഡ് സ്റ്റാറ്റിക് മെത്തേഡ് ഓഫ് GPS സർവേയിങ് എന്താണെന്ന് കണ്ടു. ദെൻ ഇപ്പോൾ ലാസ്റ്റ് ഇത് കണ്ട് ഡിഫറൻഷ്യൽ GIS സിസ്റ്റം എന്താണെന്ന് കണ്ടു, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ്. ദെൻ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ കണ്ടത്. ഓക്കെ, സോ നമ്മൾ 5 മോഡ്യൂളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വൺസ്.